നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ദുരൂഹത നിറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ചാണ്. ഒരു സാധാരണ കുളം, പക്ഷേ അതിനു പിന്നിൽ ഒരുപാട് പേടിപ്പിക്കുന്ന ദുരന്തങ്ങളും പ്രേതകഥകളുമുണ്ട്. തിരുവനന്തപുരത്തെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള ഹൈമാവതി കുളം. എന്തുകൊണ്ടാണ് ഒരു കുളത്തിന് പെൺകുട്ടിയുടെ പേര് ചേർത്ത് വന്നത്? എന്താണ് ഈ ഹൈമാവതി കുളം? എന്താണ് ഇതിന് പിന്നിലുള്ള കഥ? വരൂ, നമുക്ക് അതിന്റെ കഥ മനസ്സിലാക്കാം. അതിനു മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിനകത്തുള്ള ഹൈമാവതി കുളവുമായി ബന്ധപ്പെട്ട പ്രധാന കഥ ഇതാണ്. പണ്ട് ഈ സ്ഥലത്ത് ഒരു നമ്പൂതിരി കുടുംബം താമസിച്ചിരുന്നു. ആ വീട്ടിലെ അതിസുന്ദരിയായ മകളായിരുന്നു ഹൈമാവതി. അവൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവുമായി പ്രണയത്തിലായി. ഇതറിഞ്ഞ ഹൈമാവതിയുടെ വീട്ടുകാർ ആ യുവാവിനെ കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയിട്ടു. ഇതറിഞ്ഞ് മനംനൊന്ത ഹൈമാവതി അതേ കുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു. അതിനുശേഷം ഹൈമാവതിയുടെ ആത്മാവ് കാമുകനെ തേടി രാത്രികാലങ്ങളിൽ കുളത്തിനു ചുറ്റും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഈ കുളം പ്രേതക്കുളം അല്ലെങ്കിൽ യക്ഷിക്കുളം എന്ന് അറിയപ്പെടുന്നത്. വർഷങ്ങളായി ഹൈമാവതി കുളത്തെക്കുറിച്ച് പല വിദ്യാർത്ഥികളും സ്റ്റാഫുകളും പലതരം സംഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ സ്ത്രീ ശബ്ദങ്ങൾ കേൾക്കുക, വെള്ളത്തിൽ അന്യമായ ചലനങ്ങൾ ഉണ്ടാവുക, ചിലർക്ക് അതിശയകരമാം വിധം ഭയം തോന്നുക, ഇവയെല്ലാം കുളത്തിന്റെ ഭയാനകമായ മനസാക്ഷിയെ അടയാളപ്പെടുത്തുന്നു. നിലവിൽ ഈ കുളം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിനുള്ളിലാണുള്ളത്. 2018 വിദ്യാർത്ഥികൾ തന്നെ മുന്നിട്ടിറങ്ങി ഈ കുളം ശുചീകരിച്ചു, പരിസരം വൃത്തിയാക്കി. പക്ഷേ മിഥ്യകളും ആഖ്യാനങ്ങളും ഇന്നും ആ കുളത്തിനോട് ചേർന്ന് നിലകൊള്ളുന്നു. കുളത്തിന് ചുറ്റുമുള്ള കാടും നിശബ്ദമായ അന്തരീക്ഷവും കാരണം ആളുകൾ ഭയത്തോടെയാണ് ഈ സ്ഥലത്തെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ കഥകൾ സാമൂഹ്യ വിരുദ്ധർ ഉണ്ടാക്കിയതാണെന്നും പ്രദേശത്ത് മദ്യപാനവും ലഹരി ഉപയോഗവും തടയുന്നതിനു വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നു ഇതെന്നും പിന്നീട് കണ്ടെത്തി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, പ്രേതങ്ങൾ ഉണ്ടോ എന്നത് ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഒരേ സമയം നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ സംഭവങ്ങളും അതിൻ്റെ മാനസിക ആഘാതങ്ങളും ഇത്തരമൊരു സ്ഥലത്തെ ഇത്രയും ശക്തമായ ആഖ്യാനമാക്കാൻ കാരണമാകുന്നു. ഹൈമാവതി കുളത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇത് വാസ്തവമായ ഒരു ദുരന്തമാണോ അതോ ഒരു സാങ്കല്പിക പ്രേതകഥയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോസിന് ലൈക്കും കമന്റും ചെയ്യൂ. നന്ദി.